യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് കർമ്മലീത്ത സഭയുടെ കർമ്മലീത്ത നാഥയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ജൂൺ 16-ാം തീയതി ഉത്തിരിയ ഭക്തിയെക്കുറിച്ച് ചിന്തിക്കുവാനും ഉത്തിരിയം ധരിക്കുന്നവർക്ക് പരിശുദ്ധമ്മ വാഗ്ദാനം ചെയ്ത ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള സുരക്ഷിതമായ പരിശുദ്ധ അമ്മയുടെ മേലങ്കിയാന്നുള്ള ബോധ്യത്തിലെ ഉത്തിരിയ ഭക്തി ഉത്തിരിയം ധരിക്കുവാനും അത് ധരിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പരിശുദ്ധമ്മ വഴി ഈശോയുമായുള്ള ഐക്യത്തിൽ എത്തിച്ചേരാനായിട്ട് സ്വർഗത്തിലേക്ക് സുരക്ഷിതമായി എത്തിച്ചേരാനുള്ള ഒരു എളുപ്പവഴി എന്ന പോലെ ഉത്തിരിയം ധരിച്ചു മരിക്കുന്ന ആത്മാക്കളെ മരിച്ച അടുത്ത ശനിയാഴ്ച തന്നെ മാതാവ് ശുദ്ധീകരണ സ്ഥലത്തിലിറങ്ങി ഉത്തിരിയം ധരിച്ചു മരിച്ച വ്യക്തികളെ പ്രത്യേകമായി അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്നുള്ള ഒരു വിശ്വാസം പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതേപോലെ ശനിയാഴ്ച വരവും ശനിയാഴ്ച മാതാവിനുള്ള പ്രത്യേക ഭക്തി ആചരിക്കുകയും മാംസവർജനങ്ങളൊക്കെ ഉപേക്ഷിച്ച് ആ ഒരു ഭക്തിയിൽ വളരുന്ന വ്യക്തികൾക്ക് അവർക്കും പ്രത്യേകമായ കൃപകൾ പരിശുദ്ധമ്മ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. പരിശുദ്ധ അമ്മയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ മേലങ്കി കൊണ്ട് പൊതിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും ഓരോ മക്കളെയും ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും എല്ലാം ഈശോയെ അങ്ങ് പൊതിഞ്ഞ് സംരക്ഷിച്ച് പൈശാചിക തിന്മയുടെ അധിക സ്വാധീനത്തിൽ നിന്നെല്ലാം മോചിപ്പിച്ച് അവരെ ഈശോയിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും കൂടെ പരിശുദ്ധ അമ്മേ കൂടെ ഉണ്ടാകണമേ. പ്രാർത്ഥനയിലായിരിക്കുവാനും യേശുവുമായി ഒരു ഐക്യത്തിൽ എത്തിച്ചേരുവാനും ഈശോയെ സ്നേഹിക്കാനും വിശുദ്ധ കുർബാനയിലും കൂദാശകളിലെല്ലാം പങ്കെടുക്കുവാനും കുമ്പസാരം വഴി പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അനുദപിച്ച് നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങനെ ഉത്തിരിയ ഭക്തിയിൽ ശനിയാഴ്ച ഭക്തി കൃത്യങ്ങളെല്ലാം ചെയ്യുവാനും അങ്ങനെ ഈ തലമുറയിൽ ആ ഭക്തിയൊക്കെ കൊണ്ടു നടക്കുവാനും വരും തലമുറയ്ക്ക് ആ ഭക്തി പകർന്നു കൊടുക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ മാതാവ് പറഞ്ഞ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കുവാനും ആ കർമ്മല മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലുവാനും അങ്ങനെ ജപമാല യേശുവിൻ്റെ പീഡാസനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും രഹസ്യങ്ങൾ എല്ലാം പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം ധ്യാനിച്ചുകൊണ്ട് ഈശോയുടെ ആ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും ധ്യാനിച്ച് ജപമാല ചൊല്ലുന്നവർക്ക് ദൈവം നൽകിയുള്ള അനുഗ്രഹങ്ങൾ കൃപകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രതിസന്ധി ഘട്ടത്തിലുള്ള ഏതവസ്ഥയിലെല്ലാം അതെല്ലാം തരണം ചെയ്യാനായിട്ട് പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരിക്കാനും അമ്മയോടൊപ്പം ഈശോയിലേക്ക് എത്തിച്ചേരാനും അങ്ങനെ ഈശോയുമായി ഐക്യത്തിലായിത്തീരാൻ ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. വചനം അനുസരിക്കാനും വചനം അനുസരിച്ച് ജീവിക്കുവാനും വചനം വായിക്കുവാനും വചനം പഠിക്കുവാനും അത് സുവിശേഷം ലോകത്തിന് അതിർത്തിയോടെ എത്താനായിട്ട് നമ്മളെ കൊണ്ടാവുന്ന വിധത്തിലെല്ലാം കണ്ടുമുട്ടുന്നവരോടും ചെറിയ രീതിയിലെല്ലാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം അത് പ്രഘോഷിക്കുവാനും
അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചുകൊണ്ട് ഈശോയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ദൈവത്തിൻ്റെ എല്ലാ കൃപകളും ദാനങ്ങളും നേടിയെടുക്കാനായിട്ട് നമുക്ക് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ഒരു രാജ്ഞിയായിട്ട് നമുക്കൊരു അമ്മയെ ദൈവം നൽകിയിട്ടുണ്ടെന്നുള്ള ബോധ്യത്തിൽ ആ അമ്മയിലെ കരം പിടിച്ചുകൊണ്ട് ഈ ലോകത്തിലെ സകല പൈശാചിക ശക്തികളെയും അന്ധകാര ശക്തികളെയും തിന്മയ്ക്കെതിരെ പോരാടാനും അങ്ങനെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പാപികളും ബലഹീനനുമായ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഈശോയിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്നുള്ള ബോധ്യത്തിൽ പൂർണ്ണമായും ഈശോയുടെ മുമ്പിൽ അടിയറ സമർപ്പിച്ചുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസനിൻ്റെ വാക്ക് നിറവേറ്റേ എന്ന് പറഞ്ഞ് സ്വന്തം ജീവിതത്തിലെ സ്വന്തം ജീവനെ പോലും ആ കാലഘട്ടത്തിൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെടാൻ സാധ്യത എന്നുള്ള ആ ഒരു അവസ്ഥയിൽ പോലും അതൊന്നും ചിന്തിക്കാതെ ദൈവത്തിന് മുന്നിൽ പൂർണ്ണമായി സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ദാനങ്ങളും ധാരാളമായി പരിശുദ്ധ അമ്മയിൽ വന്നിറഞ്ഞതുപോലെ ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും അമ്മയുടെ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയും കൃപകളും കൊണ്ട് നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെല്ലാം ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. അങ്ങനെ സന്തോഷവും സമാധാനവും നിറഞ്ഞ വ്യക്തികളായിട്ട് ഈ ഭൂമിയിലായിരിക്കുവാനും മറ്റുള്ളവരെ ഈശോയിലേക്ക് എത്തിക്കുവാനുമുള്ള ഉപകരണങ്ങളായി പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അങ്ങനെ വിശുദ്ധിയിൽ മുന്നേറി ഉത്തരീയം വെറുതെ ധരിച്ചത് കൊണ്ട് മാത്രമായില്ല, ആ ഉത്തരീയ ഭക്തി അനുസരിച്ചുള്ള നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ, കൂടെ കൂടെ സംസാരിക്കാനും പാപങ്ങൾ ഉപേക്ഷിക്കുവാനും അങ്ങനെ അനുദപിച്ച് ഈശോയിലേക്ക് എത്തിച്ചേരുവാനും അങ്ങനെ ഒരു പ്രാർത്ഥനയും കൂദാശപരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് അങ്ങനെ ഈശോയെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈശോയിൽ നിന്ന് കൃപകളും ദാനങ്ങളും എല്ലാം നേടിയെടുക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ കർമ്മലീത്ത സഭയിൽ ആയിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങനെ ഉത്തരീയം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ സംരക്ഷണവും കവചവും എല്ലാം നമുക്ക് ഏറ്റുവാങ്ങാനായിട്ട് ആ ഭക്തിയിൽ വളർന്നു വരാനായിട്ട് ഇന്നത്തെ കാലത്ത് ആ ഉത്തരീയ ഭക്തിയൊക്കെ ഒത്തിരിയും പിന്നാക്കം പോയിരിക്കുന്ന കാലഘട്ടമാണ്. ഞാനൊക്കെ ചെറുപ്പത്തിലായിരിക്കുന്ന കാലഘട്ടത്തിൽ CMC കന്യാസ്ത്രീകളുടെ ഒരു സ്ഥാപനത്തിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. കർമ്മല മാതാവിൻ തിരുനാളിൽ നിന്നൊക്കെ പെൻഡിങ് ഞങ്ങൾക്ക് തരുമായിരുന്നു. ആ ഒരു ഓർമ്മയാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ശനിയാഴ്ച ദിവസം ഈശോ മാതാവിൻ ദിവസമായി ആചരിക്കുവാനും അങ്ങനെ പ്രാർത്ഥനയും പ്രാശ്ചിത്തൊക്കെ വഴി ഈശോയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈശോയിലുള്ള ഒരു തീഷ്ണത അതൊക്കെ ഞങ്ങളിലേക്ക് ചൊരിയണമേ. കർമ്മല മലയിലിരുന്ന് നമ്മുടെ രാജാക്കന്മാരുടെ പുസ്തകത്തിലെല്ലാം ഏലിയ പ്രവാചകൻ ആ കർമ്മല മലയിലിരുന്ന് തീഷ്ണതയാൽ ജ്വലിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും ഈശോനെ കുറിച്ചുള്ള തീഷ്ണതയിൽ ജ്വലിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനും ഈശോയെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഉള്ള തീഷ്ണത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏലിയ പ്രവാചകന്റെ ആ ജീവിതത്തിലേക്കുള്ള പോലെ ഉള്ള വിശ്വാസ തീഷ്ണത, വിശ്വാസം പ്രവൃത്തികളിലൂടെ പ്രകടമാക്കാനായിട്ട്, ആ വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട്, ആ ദൈവത്തിൻ്റെ സംരക്ഷണവും എല്ലാം നിറഞ്ഞ വ്യക്തികളായിട്ട് ദൈവം നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള ബോധ്യത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലെയും തരണം ചെയ്യാനും അതിലെല്ലാം പതറിപ്പോവാതെ മുന്നോട്ട് പോകുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ തീഷ്ണത നിറഞ്ഞ സഭയുടെ മക്കളായിട്ട് സഭയ്ക്കും ഒത്തിരി ആത്മാക്കൾ നേടിയെടുക്കാനായിട്ട് ഈശോയ്ക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കർമ്മല ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്കും ഈശോയെ പകർത്തി തരണമേ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും
പരിശുദ്ധ അമ്മ വഴി അങ്ങേ തിരക്തം കൊണ്ട് കഴുകി വിശദീകരിച്ച് ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തണമേ. ഈ കർമ്മല ഉത്തിരിയം ധരിക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു ദൈവം നൽകി അമ്മ വഴിയും സൈമൺ സ്റ്റോക്ക് എന്ന വിശുദ്ധനെ നൽകിയ ഉത്തിരിയം നൽകിക്കൊണ്ട് നൽകിയ വാഗ്ദാനം എന്തെല്ലാമെന്ന് നമുക്കൊന്ന് ഈ വചനഭാഗത്തിലൂടെ കണ്ണുപിടിച്ച് നോക്കാം. നിത്യ നരകത്തിൽ പതിക്കാതിരിക്കാനായിട്ടുള്ള സംരക്ഷണമായി തന്ന് നമുക്കെല്ലാവർക്കും ആദ്യ കുർബാന സ്വീകരണ സമയത്തൊക്കെ ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ കൈകളിലേക്കും ഉത്തരീയം നൽകുന്ന നമ്മൾ ഓരോരുത്തർക്കും നൽകിയതായിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവും. ഇതുവഴി ഈശോയെ സ്വീകരിച്ച് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും വളരെ അത്യാവശ്യമാണെന്നാണ് ഇതുവഴി സഭ ഓർമ്മിപ്പിക്കുന്നത്. കർമ്മീറ്റ് സഭയെ സംബന്ധിച്ച് അവർക്ക് പരിശുദ്ധ അമ്മയെ ഒരു സഹോദരിയായിട്ടാണ് അവർ നൽകിയിരിക്കുന്നത്. അവരുടെ അമ്മയുമാണ് പരിശുദ്ധ അമ്മ. കർമ്മലീത സഭയ്ക്ക് പല തരത്തിലുള്ള ഒരു ശോഷണങ്ങളിലൂടെയൊക്കെ ആ സഭ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ആ സമയത്തൊക്കെ ആ സഭയെ വിശദീകരിക്കാനായിട്ട് അമ്മ ത്രേസ്യയെ പോലുള്ളവർ ആ സഭയെ നവീകരിച്ച ആ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പരിശുദ്ധ അമ്മയുടെ ഇടപെടലും സംരക്ഷണമാണ്. അങ്ങനെ കേരളീയ സഭയെ നവീകരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മെ ഓരോരുത്തരെയും നമ്മളെ ആ ഒരു കർമ്മീത സന്യാസ വൈദികരും പുരോഹിതരുമാണ് നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ട് നല്ലൊരു വണക്കമാസ പ്രാർത്ഥനയും പിന്നെ കുടുംബ പ്രാർത്ഥനയും അങ്ങനെ നമ്മൾ വിശ്വാസത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നതും നയിച്ചതുമൊക്കെ ആ കർമ്മല സന്യാസികളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നമ്മുടെ കേരള സഭയിലെ വിശ്വാസത്തിന് വളർച്ചയ്ക്ക് ഇടവരത്തക്ക രീതിയിലുള്ള ഒരു നവീകരണ മുന്നേറ്റം അങ്ങനെ കർമ്മല സഭയിലൂടെ നമുക്ക് സാധിച്ചു. അങ്ങനെ നമ്മുടെ ആത്മീയ വളർച്ചയിലൊക്കെ പണ്ട് കാലത്തൊക്കെ ഉത്തിരിയം ധരിച്ചുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ട് കുടുംബ പ്രാർത്ഥനയൊക്കെ നയിച്ചുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസ പ്രാർത്ഥനയിലേക്കുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മെ ആനയിക്കാനായിട്ട് കർമ്മലീത്ത സഭയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 1250 വിശുദ്ധ സൈമൺ സ്റ്റോക്ക് എന്ന വിശുദ്ധനാണ് ഉത്തരീയം നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 75 വർഷങ്ങൾക്ക് ശേഷം ജോൺ 22 മാർപ്പാപ്പയ്ക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ട് ശനിയാഴ്ച ഒരു വരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഇത് കൂടി നൽകപ്പെട്ടു. അതിൽ ശനിയാഴ്ച വരം നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്ന്, നമ്മൾ ഉത്തരീയം എപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കണം. 2, നമ്മൾ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കണം. അങ്ങനെ കർമ്മല സഭയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയും വേണം. ആ കാലത്ത് ആർക്കും തന്നെ എഴുതാനും വായിക്കാനും അറിയില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ കർമ്മല സഭയ്ക്ക് മാത്രമേ ശനിയാഴ്ച വരം ആ കാലഘട്ടത്തിൽ നൽകാനുള്ള അധികാരം ആ ഒരു പ്രാർത്ഥന അധികാരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു പ്രാർത്ഥന എല്ലാവർക്കും ചെല്ലാനായിട്ട് സാധിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് പകരം ഒരു
ഒരു ജപമാലയോ 7 സർവ്വസ്നായ പിതാവോ നന്മ നിറഞ്ഞ മറിയമോ തിരുത്തുസ്തുതിയൊക്കെ ചൊല്ലിയിട്ട്, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുകയോ ഏതെങ്കിലും ചെറിയ അങ്ങനെ ശനിയാഴ്ച ദിവസങ്ങളിൽ മാംസം വർജിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു ശനിയാഴ്ച വരം ആചരിക്കാനായിട്ട് ആ കാലഘട്ടത്തിലെ ജനങ്ങളെ പരിശീലിപ്പിച്ചിരുന്നു. ഉത്തിരിയം ധരിക്കാനായിട്ട് അവർക്ക് ലഭിക്കുന്നത് അവരൊരിക്കലും നരകത്തിൽ പോകില്ലെന്ന് ഒരു പ്രവറേജ് മാത്രമല്ല കിട്ടിയിരിക്കുന്നത്. ശനിയാഴ്ച എന്ന വരം ഏത് വൈദികനും ഇപ്പോഴത്തെ കാലത്ത് നൽകാനായിട്ട് സാധിക്കും. ആ ശനിയാഴ്ച വരം ലഭിച്ച വ്യക്തിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മരിച്ച ആദ്യ ശനിയാഴ്ച തന്നെ പരിശുദ്ധമ്മ ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന് ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്നാണ് ശനിയാഴ്ച വരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ഒരു സംരക്ഷണം. ശനിയാഴ്ച ദിവസം മാതാവിൻ്റെ ദിവസമായിട്ട് ആചരിക്കാനും അങ്ങനെ ശനിയാഴ്ച ആ വരം ലഭിച്ച വ്യക്തിക്ക് മാർപ്പാപ്പ ഒത്തിരി ദണ്ഡവിമോചനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. കർമ്മല മാതാവിൻ്റെ ഒരു അങ്കിയായിട്ടാണ് ആ കർമ്മല ഉത്തരീയം അറിയപ്പെടുന്നത്. മാതാവിൻ്റെ ഉടുപ്പിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഉത്തരീയത്തെ സൂചിപ്പിക്കുന്നത്. നമ്മൾ രക്ഷപ്പെടാനായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ നിന്ന് ആ ഒരു പ്രാർത്ഥനകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കരുണേരി ജപമാല, തിരുമുഖത്തിൻ്റെ ഭക്തി, ആവശ്യപിതാവിനുള്ള ഭക്തി, അങ്ങനെ ഒത്തിരി ഭക്തികൾ ഇന്ന് സഭയിൽ ഒത്തിരി ഭക്തികൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കർമ്മല എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ പൂന്തോട്ടം എന്നാണ്. ഈശോ ജനനത്തിന് മുമ്പ് തന്നെ കർമ്മലമല ഉണ്ടായിരുന്നു എന്നതാണ് പ്രത്യേകത. ഇസ്രായേൽ ജനതയുടെ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലെല്ലാം ആ കർമ്മല മലയെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏലിയ തീഷ്ണതയോടെ കത്തി ജ്വലിച്ച മലയാണ് കർമ്മല മല. ബാലിന്റെ ദേവന്മാരെ അവിടെ തറം പറ്റിച്ചുകൊണ്ട് ദൈവാശ്രയ ബോധത്തിൽ നിന്ന് ദൈവത്തിനായി ബലിയർപ്പിച്ച് ഏലിയാവിന്റെ തീഷ്ണത കത്തി ജ്വലിച്ചു എന്ന കർമ്മല മല എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിലൊക്കെ ഒരു സന്യാസികൾ എന്ന പോലെ ആ കർമ്മല മലയിലെ സന്യാസികൾ താമസിച്ചിരുന്നു. ആ കർമ്മല മലയിലുള്ള സന്യാസികൾക്ക് ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ
സൈമൺ സ്റ്റോക്ക് എന്ന വിശുദ്ധൻ മലയിൽ ഇരുന്നുകൊണ്ട് ആ സഭയ്ക്ക് വേണ്ടിയും ഒത്തിരി പ്രാർത്ഥിക്കുകയും അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സ്നേഹവും ദൈവത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ ഏലിയായുടെ തീഷ്ണതയും ഇങ്ങനെ കർമ്മേറ്റ് സഭയെ കർമ്മല സന്യാസ സമൂഹത്തിലുണ്ടായ പ്രതികൂല കാലഘട്ടത്തില് കർമ്മേറ്റ് സഭയുടെ അധികാരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു വിശുദ്ധ സൈമൺ സ്റ്റോക്ക്. 1251 ജൂലൈ 16 അർദ്ധരാത്രി വലിയ പ്രതികൂലതയും പ്രതിസന്ധിയിലും ഹൃദയഭാരത്തിലും ഉള്ളിലേന്തിക്കൊണ്ട് കർമ്മലീത്ത സഭയുടെ അധികാരിയായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കുത്തിയും ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി നീ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. വിശുദ്ധ സൈമൺ സ്റ്റോക്ക് അമ്മയുടെ മുന്നിൽ ആ രാത്രി സമയത്ത് പരിശുദ്ധ അമ്മ ആ വിശുദ്ധനെ സന്ദർശിക്കുകയും ഇടത് കൈയില് ഉണ്ണീശോയും വലത് കൈയില് കർമ്മലീത്ത ഉത്തിരിയുമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുവെന്നും അമ്മ ഏറെ വാത്സല്യത്തോടെ സൈമൺ സ്റ്റോക്കിനെ ഒരു സന്ദേശം നൽകുകയും എൻ്റെ പ്രിയ മകനെ, ഈ ഉത്തരീയം നിനക്കും നിന്റെ സഭയ്ക്കും ഞാൻ ആയിട്ടുള്ള വലിയ സഭയ്ക്ക് ഞാൻ നൽകുന്നു. ഞാനും നീയും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ആചാരമായിട്ട് അത് നിങ്ങൾ നിരന്തരം ഓർമ്മപ്പെടുത്താനായിരിക്കും ഇത് ധരിക്കുമ്പോൾ ഒരിക്കലും ആ ധരിച്ച വ്യക്തി ഒരിക്കലും നശിച്ചു പോകുകയില്ലെന്നും ഒരിക്കലും നിത്യ നരകത്തിലേക്ക് ആ വ്യക്തി നശിച്ചു പോകുകയില്ലെന്നും ഞാൻ ആ വ്യക്തിയെ പരിപൂർണമായി സംരക്ഷിക്കുമെന്നും പരിശുദ്ധ അമ്മ വാഗ്ദാനം നൽകി. ബന്ധിക എന്നും ആ ഉത്തരീയത്തെ പറയപ്പെടുന്നു. പരിശുദ്ധ അമ്മയുടെ ഉത്തരീയം തവിട്ട് നിറത്തിലുള്ള കമ്പിളി വസ്ത്രത്തിന്റെ കീറിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബന്ധിക നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ ഇടപെടലിനെയാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ആ ബന്ധിക ആദ്യ കുർബാന സ്വീകരണ സമയത്തൊക്കെ നമുക്ക് നൽകപ്പെടുമ്പോൾ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ തന്റെ മേലങ്കിക്കൊണ്ട് നമ്മെ പൊതിഞ്ഞ് പിടിക്കുന്നു എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാതൃവാത്സല്യത്തോടെ നമ്മുടെ വേദനകള് സമയത്ത് എല്ലാ സങ്കടങ്ങളിലെല്ലാം അമ്മ നമ്മയും മാറോട് ചേർത്ത് മേലങ്കിയിൽ പൊതിഞ്ഞുകൊണ്ട് നമ്മെ സംരക്ഷിക്കുമെന്നാണ് ആ ഉത്തിരിയം കൊണ്ട് അർത്ഥമാക്കുന്നത്. 22-ാം യോഹന്നാൻ പാപ്പ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തില് പരിശുദ്ധ അമ്മ അദ്ദേഹത്തിനെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, പരിശുദ്ധ അമ്മ ഉത്തരം ധരിച്ചുകൊണ്ട് മരിച്ച വ്യക്തികളെ
ആ മരണത്തിന് ശേഷമുള്ള ആദ്യത്തെ ശനിയാഴ്ച സുധീരത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് അമ്മ നേരിട്ട് വന്ന് അവരെ ആനയിക്കുമെന്ന് ആ വാഗ്ദാനം ഒരിക്കലും നൽകപ്പെട്ടു. ഒരിക്കലും ഉത്തരീയം ധരിച്ച് ജീവിക്കുന്ന ഒരു ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ലെന്നും എന്നാലും ഒത്തിരി തെറ്റിദ്ധാരണകൾക്കിടയായ ഒരു ഒരു സംഭവമായിരുന്നു ആ ഉത്തരീയ ഭക്തി. ഒരു കാലഘട്ടത്തിലെ തിരുസഭ തന്നെ ഔദ്യോഗികമായി ആ ഉത്തരീയ ഭക്തിയെ നിർത്തിയ ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു. ഉത്തരീയം ധരിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും നമുക്ക് രക്ഷ കിട്ടുകയില്ല. നമ്മുടെ ആത്മാവിലാണ് ആ ഉത്തരീയം ധരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ മേലങ്കിയുടെ ചേർത്തുവിടല് ഹൃദയഭാവങ്ങൾ ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ ശനിയാഴ്ച വരം ലഭിക്കണമെങ്കിൽ നമ്മൾ ആ ഉത്തരീയം ധരിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഒന്ന്, തികഞ്ഞ പശ്ചാത്താപത്തോടെ നല്ലൊരു കുമ്പസാരം നടത്തിയിരിക്കണം. മരണാസനായ വ്യക്തികളെ ബന്ധിങ്ങ ധരിച്ച് പശ്ചാത്താപത്തോടു കൂടെ ആ മരണാസനായ പല വ്യക്തികളെയും വെന്തിങ്ങ അണിയിക്കുമ്പോൾ അവർക്ക് ഒരു പശ്ചാത്താപവും അങ്ങനെ അവർ ഈശോയിലേക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന സംഭവങ്ങളൊക്കെ സൈമൺ സ്റ്റോക്കിന്റെ ജീവിതത്തിൽ ആ ജീവചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വെന്തിങ്ങ ധരിക്കുമ്പോൾ പശ്ചാത്താപത്തിന്റെ ഫലങ്ങള് ഓരോ വ്യക്തികളിലേക്കും ദൈവം ചൊരിയുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയോടുള്ള ജയമാല ഭക്തി എല്ലാ ജീവിതാന്തസ്സിലുള്ളവർക്കും ആ ജീവിതത്തിന് ചേർന്ന രീതിയിലുള്ള വിശുദ്ധി കാത്തുസൂക്ഷിക്കാനായിട്ട് അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു. നമുക്ക് വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഉത്തരീയം ധരിച്ചതിലുള്ള ശക്തി നമ്മളിലേക്ക് കടന്നു വരികയുള്ളൂ. 1981 മെയ് 3 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പ്രവേശിക്കുകയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് മാർപ്പാപ്പയുടെ നേരെ വെടിയുണ്ട പാഞ്ഞു വന്നു. രണ്ടാമത്തെ വെടിവെച്ച നിലയ്ക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ ഒരു വെടിവെച്ചയും മുഴങ്ങി. വർത്തിക്കാൻ നടുങ്ങുകയും മുഹമ്മദ് അലി അക്ബ എന്ന വ്യക്തിയാണ് ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പയ്ക്ക് എതിരെ വെടി ഉയർത്തത്. പാപ്പയെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും അങ്ങനെ ഓപ്പറേഷനിലൂടെ ബുള്ളറ്റ് നീക്കം ചെയ്യാനായിട്ട് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. തൻ്റെ കഴുത്തിൽ നിന്ന് ആ ഉത്തരീയം ഒരിക്കലും ഊരി മാറ്റരുതെന്ന്
മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. ആ മാർപ്പാപ്പയുടെ കയ്യിലുണ്ടായിരുന്ന ഉത്തിരീയമാണ് തൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഉണ്ടായ കാരണമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതൊരു വളരെ ഉത്തരീയത്തിന് ഒരു അനുഭവത്തിൻ്റെ ഒരു സുപ്രധാന സംഭവമായിട്ടാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ജീവിതത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കാലത്ത് കത്തോലിക്കരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ആഭരണമായിരുന്നു ഉത്തരീയം അല്ലെങ്കിൽ വെന്തിങ്ങ. ഇന്ന് ആ വെന്തിങ്ങ ധരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. പരിശുദ്ധ അമ്മയുടെ ബാഹ്യവസ്ത്രമായിട്ടാണ് ഉത്തരീയം കണക്കാക്കുന്നത്. ഉത്തരീയം ധരിക്കുന്ന വ്യക്തിക്ക് മാതാവിന്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുമെന്നാണ് വിശ്വാസം. അന്ധകാരത്തിൻ്റെ ശക്തികളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം തരാൻ കഴിവുള്ള ഇതാണ് ആ വെന്തിങ്ങ. സ്വർഗീയമായ സംരക്ഷണം ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് വെന്തിങ്ങ ധരിക്കുന്നത്. ഭക്തിയോടും വിശ്വസത്തോടും കൂടെ വെന്തിങ്ങ ധരിക്കുന്ന ഓരോ വിശ്വാസികൾക്ക് രക്ഷയുടെ ഉറപ്പ് നൽകുന്നതാണ് ഉത്തരീയം എന്നും അത് ഭക്തിയോടും ഉത്സാഹത്തോടും കൂടി ധരിക്കുക എന്നവരെ ഓരോ നിമിഷവും ഞാൻ ഓർക്കുമെന്നും അവരുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധാലുവായിരിക്കുമെന്നും പരിശുദ്ധ സൈമൺ സ്റ്റോക്കിന് ഉറപ്പ് നൽകും. ആ ഉറപ്പ് അമ്മ എപ്പോഴും കൃത്യമായിട്ട് ഇപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കുന്നു. ഉത്തരീയം ഭക്തരുടെ ജീവിതങ്ങളെ പറയുവാനായിട്ട് 1322 ജോൺ 22 പാപ്പയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം ധരിച്ച് ഒരു ശനിയാഴ്ച വരം എന്നൊരു ഇതും കൂടിയും മാതാവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ വ്യക്തികൾ ശുദ്ധിയ സ്ഥലത്ത് നിന്ന് പ്രത്യേകമായി മോചിപ്പിക്കുമെന്നും കൂടി ഒരു വാഗ്ദാനം കൂടി നൽകിയിട്ടുണ്ട്. ഈ ഒത്തിരി കൃപകൾ നിറഞ്ഞ ആ പരിശുദ്ധ കന്യക മറിയം ആ ഉത്തരീയം ധരിച്ച വ്യക്തികൾ പ്രത്യേക സംരക്ഷണവും അവരെ ശുദ്ധീകരണത്തിൽ മോചിപ്പിക്കുന്നതായിട്ട് നമുക്ക് വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ സൂചകമായിട്ടാണ് നമ്മൾ കത്തോലിക്ക സഭയിലെ മരിച്ചുപോയ പരേതരെ സർവസംസ്കാര ശുശ്രൂഷയിൽ ബന്ധിങ് അണിയിക്കുന്ന ഒരു അണിയിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ബന്ധിങ് ചെയ്ത അത്ഭുത ശക്തിയും പ്രചരിക്കപ്പെടുകയും പ്രചരിപ്പിക്കുക എന്നത് നമ്മൾ അത്യാവശ്യമായ ഒരു കാര്യമാണ്. 1845 സമുദ്ര രാജാവ് എന്ന പേരിലുള്ള ഒരു ഇംഗ്ലീഷ് കപ്പല് കാറ്റും കോളിലും പറ്റും യാത്രക്കാർ പ്രാർത്ഥന ദൂർത്തുവെങ്കിലും കടൽ ശാന്തമായില്ല. ആ സമയം അയർലൻഡുകാരനായ ജോസ് മക്രോണി തൻ്റെ കഴുത്തിലെ വെന്തിങ്ങ ഊരി അതുപയോഗിച്ച് കുരിശു വരച്ച് കടലിലേക്ക് ഇടുകയും അത് അത്ഭുതകരമായ
കരമായി കടല് പെട്ടെന്ന് ശാന്തമായി ആവുകയും ചെയ്തു എന്ന്. കടലിൽ വിളിച്ചെറിഞ്ഞ ആ വെന്തിങ്ങ തിരകളിൽ നിന്ന് തിരിച്ച് തനിക്ക് തന്നെ എനിക്ക് കൊടുക്കുകയും ചെയ്തു എന്ന്. ഇത് കണ്ട് കപ്പൽ യാത്രക്കാരനായ ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ മാനസാന്തരപ്പെടുകയും കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു എന്ന് ഗ്രിഗറി 19 പാപ്പ കഴിഞ്ഞുവെന്നും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രിഗറി 19 മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞ് 100 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ശവകുടീരം തുറന്നു നോക്കിയപ്പോൾ ഉത്തരീയത്തിന് യാതൊരു കേടുപാടുമില്ലാതെ അവസ്ഥയിൽ ഉത്തരീയം കണ്ടെത്തുകയും ചെയ്തു. വിശുദ്ധ അൽഫോൺസ് ലിഗോരിയയുടെ ഉത്തരീയം അഴുകിയിട്ടില്ല എന്ന ചരിത്രം തെളിയിക്കുന്നു. ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരീയത്തെ സംബന്ധിച്ചപ്പെട്ടുള്ള ഒത്തിരി നിരവധിയായ കഥകൾ പ്രചാരത്തിലുണ്ട്. തവിട്ട് നിറത്തിലുള്ള കർമ്മല ഉത്തരീയം നമുക്ക് എപ്പോഴും എല്ലാവർക്കും പരിചയമുള്ളതാണ്. വേറെയും ഉത്തരീയങ്ങൾ ഉണ്ട്. പരിശുദ്ധത്വത്തിൻ്റെ ബഹുമാനാർത്ഥം ഉള്ള വെള്ള ഉത്തരീയം, മറിയത്തിൻ്റെ 7 വ്യാകുലങ്ങളെ കുറിച്ചുള്ള ഒരു ഉത്തരീയം, പീഡാനുഭവത്തിൻ്റെ ചുവപ്പ് കളറിലുള്ള ഉത്തരീയം, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമോത്ഭവ ഉത്തരീയം, മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെ ഉത്തരീയം, വിശുദ്ധ ജോസഫിൻ്റെ ഉത്തരീയം, രോഗികളിലെ സഹചാരിയായ കറുത്ത ഉത്തരീയം എന്നിവ ഒക്കെ ഈ ഉത്തരീയത്തിൽ പ്രത്യക്ഷപ്പെട്ട ഉത്തരീയത്തിൻ്റെ വിവിധ രൂപത്തിലുള്ളവയാണ്. ഫാത്തിമയിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സന്ദേശങ്ങളിലൊന്ന് എല്ലാവരും കർമ്മല ഉത്തരീയം ധരിക്കണമെന്നത് അമ്മ ആഗ്രഹിക്കുന്നതായിട്ട് അമ്മ ആഹ്വാനം ചെയ്തതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർമ്മല മാതാവ് തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നമുക്ക് പ്രതിജ്ഞ എടുക്കാം. ഇനി ഉത്തരീയം നമുക്ക് എല്ലാ ദിവസവും ധരിക്കുമെന്നും നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ എല്ലാം ഉത്തരീയം ധരിപ്പിക്കാനായിട്ട് നമുക്ക് പ്രേരിപ്പിക്കുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ മക്കളെ എല്ലാ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് വെന്തിങ്ങ ധരിപ്പിക്കുമെന്നും തീരുമാനം എടുക്കുകയും ചെയ്തുകൊണ്ട് സ്വർഗത്തിലെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമ്മുടെ ഓരോ വ്യക്തി ജീവിതത്തിലെയും കുടുംബത്തിലും ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ തൊടുന്നുണ്ട് എന്ന്, നമ്മെ കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് നമുക്ക് കർമ്മല ഉത്തരീയം ധരിക്കാം. അമ്മയെ സംരക്ഷണത്തിന് നമ്മെ തന്നെ സംരക്ഷണത്തിന് നമ്മെ പിടിക്കാനായിട്ടുള്ള അടയാളമായിട്ട് കർമ്മല ഉത്തരീയം എന്ന് നമുക്ക് ധരിക്കാം. കർമ്മല എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടം എന്നാണ്. കർമ്മല സഭയെ സംരക്ഷിക്കാനായിട്ട് ദൈവരക്ഷയുടെ അടയാളമായി കർമ്മല ഉത്തരീയം നൽകി. നമ്മൾക്ക് പിതാവിൻ്റെ വിധിയെ നമ്മുടെ മേലെ പതിക്കാതിരിക്കാനായിട്ട്, ദൈവത്തിൻ്റെ നീതിയുടെ കരം നമ്മുടെ മേൽ പതിക്കാതിരിക്കാനായിട്ട്, ദൈവത്തിൻ്റെ കരുണ
നമ്മളിലേക്ക് ചൊരിഞ്ഞ് നമ്മെ പൊതുവെ സംരക്ഷിക്കുന്ന പരിശുദ്ധമായ ഉത്തരയും വഴി നമുക്ക് പ്രത്യേകം ഉത്തരീയ ഭക്തി ഉള്ളവരായി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിദേശ മിഷണറിമാരാണ് കർമ്മല ഉത്തരീയം നമ്മുടെ നാട്ടിലേക്ക് പരിചയപ്പെടുത്തി തന്നത്. ആ ഒരു പ്രചാരമാണ് നമ്മളും ഇന്ന് അതിൻ്റെ പ്രചാരമായി തീരുവാനും നമ്മുടെ വരും തലമുറയ്ക്ക് ആ ഒരു വിശ്വാസത്തിൽ പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഉത്തിരീയത്തിന് രണ്ട് തട്ടുകളാണുള്ളത്. പരിശുദ്ധ അമ്മയുടെ രണ്ട് കൈകളാണ്. അമ്മ നമ്മെ ഓരോരുത്തരെയും തൊട്ടുകൊണ്ടിരിക്കുകയാണെന്നും അമ്മയെ സംരക്ഷണം കൊണ്ട് നമ്മെ ഓരോരുത്തരെയും പൊതിയുന്നു എന്നും തിരുവുത്തിരീയം ധരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ മുറുകെ പിടിക്കുക എന്നുള്ള ബോധ്യത്തിൽ പരിശുദ്ധ അമ്മയുടെ കൈ തട്ടി മാറ്റാതെ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ സംരക്ഷണത്തിൽ നമ്മെ ഓരോരുത്തരെയും വിശുദ്ധരായിട്ട് ജീവിക്കാനായിട്ട് നമ്മെ പരിശുദ്ധ അമ്മ സംരക്ഷിക്കുമെന്നുള്ള ബോധ്യത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സൈമൺ സ്റ്റോക്കിന്റെ ആ ഒരു പ്രാർത്ഥനയിലെ ഏറ്റവും അവസാനത്തെ വാചകമാണ് പരിശുദ്ധ അമ്മേ നീ എൻ്റെ അമ്മയാണ്. എൻ്റെ ഈ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ. കർമ്മല സഭയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർമ്മല മാതാവാണ്. കർമ്മലമല ഏലിയ പ്രവാചകൻ രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തില് ഏലിയ പ്രവാചകന്റെ ജീവിതം സംഭവിച്ച സംഭവങ്ങള് ബൈബിളില് നമുക്ക് കാണാൻ സാധിക്കും. ഏലിയ പ്രവാചകന്റെ ജീവിതം മുഴുവനും ഉള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നത് കർമ്മല മലയിൽ വെച്ചാണ്. അതാണ് നമുക്ക് കർമ്മല മലയെ കുറിച്ചുള്ള അറിവ് കിട്ടുന്ന പ്രധാന സംഭവം. ക്രിസ്തുവർഷം 12-ാം നൂറ്റാണ്ടില് കർമ്മല മല എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധീകരിച്ച സ്ഥലമാണ്. അവിടെ ദേവാലയമില്ല, അവിടെ ഒരു ബലിപീഠമാണ് അവിടെ ഉള്ളത്. വിശുദ്ധ ആൽബർട്ട് എന്ന ഒരു സന്യാസിയാണ്. നമ്മളെ ആ കർമ്മല മലയിൽ സ്ഥാപിക്കുന്ന സന്യാസികളെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവരൊരു നിയമാവലി എഴുതി ഉണ്ടാക്കുകയും കർമ്മല ഉത്തിരീയ സഹോദരൻ എന്ന പേരിൽ അവരറിയപ്പെടുകയും ചെയ്തു. കർമ്മല സഭയിലെ സഹോദരങ്ങൾ എന്നാണ് ആ സന്യാസ വൈദ്യ അറിയപ്പെടുന്നത്. അവർ സന്യാസികളായിരുന്നെങ്കിലും സഭയിലെ
സന്യാസത്തെ സഭയുടെ ഉള്ളില് പെട്ടവരായിരുന്നില്ല. കുരിശ് യുദ്ധകാലത്ത് കുരിശുയുദ്ധത്തിനായി വന്ന പലരും യൂറോപ്പിലേക്ക് തിരിച്ചു പോകാതെ കർമ്മല മലയിൽ തങ്ങിയെന്നാണ് അറിവ്. 1960 മുതൽ 1290 വരെയുള്ള ആ കാലഘട്ടത്തിലാണ് കുരിശ് യുദ്ധങ്ങൾ ഉണ്ടായിരുന്നത്. 8 കുരിശ് യുദ്ധങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. ആയിരത്തി 1947 കർമ്മല മാതാവിൻ്റെ സഹോദരൻ എന്ന പേര് അവര് സ്വീകരിക്കുകയും പഴയ നിയമത്തിലെ ഏലിയ പ്രവാചകന്റെ കർമ്മല മലയിലിരുന്ന് പ്രാർത്ഥിച്ച തീഷ്ണത ഉൾക്കൊണ്ടാണ് അവര് അത് ഉൾക്കൊണ്ടിരിക്കുന്നത്. കർമ്മല സഭയിലെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള പ്രാർത്ഥന അങ്ങനെ ലുത്തിനിയയില് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കത്തോലിക്ക സഭയിൽ ലുത്തിനിയയിലെ ഈ പ്രാർത്ഥന എഴുതി ചേർത്തു. 1 രാജാക്കന്മാര് 18-ാം അധ്യായത്തിലെ 41-ാം വാക്യത്തില് ഏലിയ പ്രവാചകനെ ആഹാബ് രാജാവ് ജസബൽ എന്ന രാജ്ഞിയുമായിട്ട് ഇസ്രായേൽ രാജാവായിരുന്ന ആഹാബ് ബാലദേവനെ ആരാധിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആരാധനയ്ക്ക് പോയപ്പോൾ ശക്തരായ തന്റെ പ്രവാചകനെ അയക്കുകയാണ്. അതാണ് ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ അങ്ങനെ ഇസ്രായേൽക്കാര് ഒരു ബാലദേവനെ ആരാധിച്ചപ്പോഴുള്ള ഇതില് കുപിതനായി 3 വർഷത്തേക്ക് ആകാശം അടച്ച് കളയുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലാതെ മഴയോ മഞ്ഞോ പെയ്യുകയില്ലെന്നും എന്നൊരു ശാപവാചകം ഉച്ചരിക്കുകയും ചെയ്തു. ജനം മുഴുവനും അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടിലേക്ക് ക്ഷാമം മൂലം കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ആഹാബ് രാജാവ് ഏലിയാടെ അടുത്ത് വന്ന് പറഞ്ഞ് മനസാന്തരപ്പെട്ട് തിരിച്ചു വരികയും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ മാപ്പ് ചോദിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഏലിയ പ്രവാചകൻ കർമ്മൽ മലയിലേക്ക് കടന്നു ചെന്ന് അവൻ നിലത്ത് മുട്ടുകുത്തി വലിയൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. അങ്ങനെ സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മുനമ്പാണ് ആ കർമ്മല മല എന്ന് പറയുന്നത്. 7 പ്രാവശ്യം മുട്ടുമടക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സേവനോട് ദാസനോട് പറഞ്ഞു ഈ കടലിൽ വല്ല മേഘങ്ങളും രൂപപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ 7-ാമത്തെ പ്രാവശ്യം മുട്ടുമടക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശം മേഘത്തില് ഒരു കാർമേഘം വരികയും
ഒരു മനുഷ്യകരന്റെ കരത്തോളമുള്ള ഒരു മേഘമാണ് ആ കടലിൽ പ്രത്യക്ഷപ്പെട്ടത്. സ്വയംവരൂപ എത്രയും വേഗം അവിടുന്ന് പോകുമെന്നും ആഹാബ് രാജാവിന്റെ രഥം കൊണ്ട് എത്രയും വേഗം ഒന്ന് പുറപ്പെട്ടു പോകാനും വലിയൊരു മഴ, ശക്തമായ മഴ വരാൻ പോകുന്നുവെന്നും ഏലിയ പറഞ്ഞു. മനുഷ്യകരത്തോടു കൂടിയുള്ള ഒരു മേഘം എന്ന് പറയുന്നത് പുതിയൊരു മേഘം പൊന്തി വന്നു എന്ന് പറയുന്നത് സഭ പണ്ഡിതന്മാർ പറയുന്നത്. കർത്താവിന്റെ വരവിന് മുന്നേ വന്ന പരിശുദ്ധ അമ്മയാണ് ആ കാർമേഘത്തിൽ കടന്നു വന്നതാണ് എന്നാണ് പാരമ്പര്യ പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നത്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ഏലിയ ചെയ്ത ഈ കാര്യങ്ങള് പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ഒത്തിരി പ്രവാചകന്മാരെല്ലാം വാളിനിരയാക്കിയെന്ന് കേട്ട് ഏലിയ പ്രവാചകൻ ഭയപ്പെട്ട് നാൽപ്പത് ദിവസം ഓടിയെന്നും ദൈവത്തിന്റെ മലയായ ഹോറേബിൽ വെച്ച് വന്ന് എത്തിപ്പെട്ടുവെന്നും അവിടെ വെച്ച് വലിയൊരു ദൈവാനുഭവം ഉണ്ടായിരുന്നുവെന്നും ബൈബിളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏലിയയോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ആ മലയിൽ ചെയ്യുന്നത്? സൈന്യങ്ങൾ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയില് ഞാൻ ജ്വലിക്കുക എന്നാണ് ഏലിയ മറുപടി പറഞ്ഞത്. നീ ചെന്ന് കർത്താവിന്റെ മലയുടെ അടുത്ത് ചെന്ന് നിൽക്കുക. കർത്താവ് അരുളി ചെയ്തു, അവിടെ ഒത്തിരി കാറ്റും കൊടുങ്കാറ്റും ഉണ്ടാവുകയും അങ്ങനെ ഭൂകമ്പം ആദ്യം കാറ്റും കൊടുങ്കാറ്റും അടിച്ചും കൊടുങ്കാറ്റില് കർത്താവ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. അതിനുശേഷം അഗ്നി ഉണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. കർമ്മല മലയിലാണ് ഏലിയ പ്രവാചകൻ തീഷ്ണതയാല് ജ്വലിച്ചത്. ആ കർമ്മല മലയിലാണ് ഒത്തിരി പേര് യേശുവിന്റെ വരവനായിട്ട് ആ കർമ്മല മലയിൽ യേശുവിന്റെ വരവനായി കാത്തിരുന്നു എന്നാണ് വിശ്വാസം. കർമ്മല മലയിലെ താമസിച്ചത് കൊണ്ടാണ് കർമ്മലീത സന്യാസി എന്ന ആ ഒരു പേര് ലഭിച്ചത്. കർമ്മലീത സന്യാസ സമൂഹം പുതിയൊരു നിയമാവലി ഉണ്ടാക്കി. സൈമൺ സ്റ്റോക്കിന്റെ പ്രാർത്ഥന എന്ന ഒരു പ്രാർത്ഥന തന്നെ സഭയിലുണ്ട്. കർമ്മലിന്റെയും സുന്ദര പുഷ്പമേ, ഫലസമൃദ്ധമായ മുന്തിരി, സ്വർഗത്തിന്റെ അനാദൃശ്യവും നിർമ്മലവുമായ
തേജസ് നിത്യനിർമ്മല കന്യകയായിരുന്ന പുത്രനെ പ്രസവിച്ചവളെ, ഇന്നത്തെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ. സമുദ്രതാരമേ, എന്നെ സഹായിക്കണമേ, രക്ഷിക്കണമേ. അമ്മ എൻ്റെ അമ്മയാണ് എന്ന് കാണിച്ചു തരണമേ. അങ്ങനെ ഒരു സുന്ദരമായ പ്രാർത്ഥനയാണ് വിശുദ്ധൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ ഈ സഭയുടെ പ്രതിസന്ധി ഘട്ടത്തില് സഹായിക്കാനായിട്ട് കർമ്മല മാതാവിന്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും അമ്മയാണ് എൻ്റെ അമ്മയെന്ന് കാണിച്ചു കൊടുക്കണമേ ഒരു അടയാളം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. 1251 ജൂലൈ 16 കർമ്മല മാതാവിന്റെ രൂപത്തില് തവിട്ട് നിറത്തിലുള്ള ഒരു വസ്ത്രത്തില് ഉത്തിരിയുമായിട്ട് പരിശുദ്ധ അമ്മ കടന്നു വന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. കർമ്മീട്ടിനെ സംബന്ധിച്ച് പരിശുദ്ധ അമ്മ അവരെ സംബന്ധിച്ച് അവരുടെ സഹോദരിയായിട്ട് അവരുടെ അമ്മയായിട്ട് കൂടിയാണ് അവർക്ക് മാതാവ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു ഉപരി വസ്ത്രം ഊരി സൈമൺ സ്റ്റോക്കിനെ കൊടുത്തു എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തിരിയം ആ കർമ്മീറ്റ് സഭയിലുള്ള അംഗങ്ങൾക്കല്ലാതെ മറ്റുള്ളവർക്ക് ധരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അത് സാധാരണക്കാരായ മറ്റു വ്യക്തികൾക്ക് ചെറിയ രീതിയിൽ രൂപകൽപ്പന ചെയ്തതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു കറുത്ത ഉത്തിരിയം. അത് കർമ്മല അമ്മയുടെ വസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. ഉത്തിരിയം എന്ന ഭക്തി ഒരു പ്രത്യക്ഷമായി ഒരു അടയാളമായിരിക്കുകയാണ്. 1300 ഡൊമിനിക്കൻ പുണ്യവാളിനെ പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തി. ഒരു നാളും ഈ ജപമാല വഴിയും ഉത്തിരിയും വഴിയും ഈ ലോകത്തെ ഞാൻ രക്ഷിക്കുമെന്ന് ഡൊമിനിക്ക് പുണ്യവാളിനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഉത്തിരിയം ധരിക്കുകയും ജയമാല ചൊല്ലുകയും അമ്മ നൽകിയ 2 ആയുധങ്ങളാണ്. പിശാചിന് എതിരായുള്ള ആയുധമാണ്. കർമ്മീറ്റരെ സംബന്ധിച്ച് ഉത്തിരിയം ഓരോ പ്രാവശ്യം ചുംബിക്കുമ്പോഴും അവർക്ക് 500 ദിവസത്തെ ദന്തവിമോചനം സഭ വാഗ്ദാനം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് ശനിയാഴ്ച വരമെന്ന് ഉദ്ദേശിക്കുന്നത്? 1, എപ്പോഴും ഉത്തിരിയം ധരിക്കുക. 2, ജീവിതാന്തസ്സിന് യോജിച്ച രീതിയിലുള്ള ബ്രഹ്മചര്യം പാലിക്കുക. സന്യസ്തരും വൈദികരുമെല്ലാം അവരെ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കുക. പിന്നെ കുടുംബജീവൻ നയിക്കുന്നവർ അവരുടെ ജീവിതാന്തസ്സിന് ചേർന്നുള്ള ശുദ്ധത പാലിക്കണമെന്ന് ഇവരുടെ സൂചിപ്പിക്കുന്നു. പിന്നെ 3, എന്നും മുടങ്ങാതെ ജപമാല ചൊല്ലുക. 4, കുർബാനയും കുമ്പസാരം മുടക്കാതെ കുദാശകൾ സ്വീകരിക്കുക. 5, ആഴ്ചത്തോറുമുള്ള മാംസവർജനം പാലിക്കുക. ശനിയാഴ്ച വരം വെറുതെ ഉത്തിരിയം ധരിച്ച വ്യക്തികൾക്ക് മാത്രം ലഭിക്കുന്നതല്ല.
ബെന്തിക്ക് 16 മാർപ്പാപ്പയ്ക്കാണ് ആ ഒരു ശനിയാഴ്ച വരം എന്നുള്ള ഒരു ഇത് ഉൾപ്പെടുത്തി കൊടുത്തത്. ഓരോ പ്രാവശ്യവും കർമ്മലത്തിരിയും ചുംബിക്കുമ്പോഴും 500 ദിവസത്തെ ദന്തവിമോചനം കത്തോലിക്ക സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയിലെ 5 മാതൃസഭകളാണുള്ളത്. 1 ഫ്രാൻസിസ്കൻ സഭ, 2 ബെനഡിക്ട് സഭ, 3 ഡൊമിനിക്കൻ, പിന്നെ കർമ്മലീത്ത സഭ. ഹർമീസ സഭ എന്നത് അമ്മയുടെ മക്കളും സഹോദരങ്ങളുമാണ്. കർമ്മലനാഥൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും ഓരോ പ്രാവശ്യം നമ്മൾ ലുറ്റിനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അത് കർമ്മീത്ത സഭയിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർമ്മീത്ത സഭയോട് ചേർന്നുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലുത്തിനിയെ ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. 27ഓളം വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരും 17ഓളം വിശുദ്ധരും 3 വേദപാരംഗതരും കർമ്മല സഭയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. പരിശുദ്ധ അമ്മയുടെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് ഈ കർമ്മല സഭയിൽ നിന്ന് ഇത്രയധികം വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരും വേദപാരംഗരൊക്കെ ഉണ്ടായത്. വിശുദ്ധ അമ്മ ത്രേസ്യയും കുരു ത്രേസ്യയും എല്ലാം, കുരിശിന്റെ വിശുദ്ധ യോഹന്നാനും ചാവറേച്ചനും ഇതെല്ലാം വന്നിരിക്കുന്നത് കർമ്മല സഭയിൽ നിന്നാണ് വിശുദ്ധരായത്. അൽഫോൺസ് ഗിഗേരി എന്ന വിശുദ്ധനും അൽഫോൺസ് ലിഗോരി എന്ന ഒരു വിശുദ്ധനും പിന്നെ 22ാം മാർപ്പാപ്പയ്ക്കും ഡോൺ ബോസ്കോയ്ക്കും പുണ്യവാന്റെ എല്ലാം വെറുതെയും ഒരു കഴുത്തിലെപ്പോഴും അവര് ഉത്തിരിയും ധരിച്ചിരുന്നു. അവര് മരിച്ച് കഴിഞ്ഞ് അവര് ശവകുടീരം തുറന്നപ്പോഴെല്ലാം ആ ഉത്തിരിയത്തിന് മാത്രം ഒരു കേടും കൂടാതെ ഇവര് 3 പേരുടെയും ശവകുടീരങ്ങൾ കാണപ്പെട്ടു. വെളിപ്പാട് 5:11 സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അത് പരിശുദ്ധ അമ്മയാണ്. അങ്ങനെ നമുക്കും പരിശുദ്ധ അമ്മയുടെ വസ്ത്രം ധരിക്കാം. അത് പരിശുദ്ധ അമ്മയുടെ ബാഹ്യവസ്ത്രത്തിന്റെ ഒരു ഭാഗമായി മാണെന്നും അത് ഉത്സാഹപൂർവ്വം ഭക്തിപൂർവ്വം ധരിക്കുന്നവർക്ക് അനവരതം എന്നെ കുറിച്ച് ധ്യാനിക്കുന്ന വ്യക്തികൾക്ക് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മ നമ്മയെ കുറിച്ച് ഓരോരുത്തരെയും കുറിച്ച് ഓർക്കുമെന്നും പരിശുദ്ധ അമ്മ വാഗ്ദാനം ചെയ്യുന്നു. പരിശുദ്ധ അമ്മ വിശുദ്ധ ജോൺ 23ാം മാർപ്പാപ്പയ്ക്ക് ഉത്തരീയം എത്ര മനോഹരമായ ഒരു ദൈവഭക്തിയുടെ അടയാളമാണെന്ന്, അത് ലാളിത്യവും എല്ലാവർക്കും അതിൻ്റെ ലാളിത്യം എല്ലാവർക്കും ഉതകുന്നതുമാകുന്ന ആ വിശുദ്ധൻ നമ്മെ ഒരായുധമാണെന്ന് കർമ്മലയത്തെ ഉത്തരീയമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പാതുക സഭയും നിഷ്പാതുക സഭയും എന്ന് 2 സഭയുണ്ട് കർമ്മലത്തെ സഭയില്. മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സുകളായിരുന്നു അമ്മ ത്രേസ്യയും കൊച്ചു ത്രേസ്യയും. പുണ്യവതിമാരായി തീർന്നത് കർമ്മലീത്ത വിഭാഗം കൊണ്ടാണ്. ഉത്തരീയവും ശനിയാഴ്ച വരവും പ്രാപിച്ചുകൊണ്ട് ലൂർദിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ലൂർദിലും അകമാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ
കർമ്മല മാതാവിന്റെ രൂപത്തിലാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടതെന്ന് ഒരു ഒരു പ്രചാരം നിലവിൽ നിൽക്കുന്നുണ്ട്. ഫാത്തിമയിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴുകൊണ്ട് കർമ്മനാഥ എന്ന പേരിൽ താൻ അറിയപ്പെടണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്സഹ്യോൻ മാളികയിലെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് പോലെ പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവും നിറയ്ക്കണമേ. കർമ്മല മലയിലെ ഏലിയായ തീഷ്ണതയും വിളിച്ചിരുന്ന ആ ആത്മീയ തീഷ്ണത ഞങ്ങൾ ഓരോരുത്തരും കത്തിപ്പടരണമേ. 450 ബാലിന്റെ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരെ വധിക്കാനായിട്ട് പിശാചിന്റെ പ്രതിനിധികളായിരുന്ന നമ്മെ ആ പാപത്തിൽ നിന്ന് പിന്തിരിയാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. ദൈവത്തെക്കുറിച്ചുള്ള ദൈവസ്നേഹത്തെ പ്രതിയുള്ള തീഷ്ണത, ദൈവനിയമങ്ങളെ കുറിച്ചുള്ള തീഷ്ണത, ഏലിയായിലുള്ള ആ ഒരു തീഷ്ണത, യഹോവ മാത്രമാണ് എന്നുള്ള ദൈവം എന്നുള്ള ആ ഒരു പ്രവാചകന്റെ ആ ഒരു തീഷ്ണത, ഞാൻ പറഞ്ഞതല്ലാതെ മഴയോ മഞ്ഞോ പെയ്യുകയില്ലെന്ന് ആ ഒരു പ്രവാചകന്റെ ആ ഒരു ശബ്ദവും, കാൽമുട്ടുകളുടെ ഇടയിൽ തലവെച്ചുകൊണ്ട് കമിഴ്ന്ന് വീണ് ഏലിയ തീഷ്ണതയോടെ ജനങ്ങൾക്ക് വേണ്ടി മഴ പെയ്യാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതും ജനത്തിന് വെള്ളവും കൃഷിയിടങ്ങൾക്ക് എല്ലാം നാശമുണ്ടായി കൃഷിയിടങ്ങളെല്ലാം നശിച്ചു പോകുന്നു എന്ന് കണ്ടപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ആ ജ്വലിക്കുന്ന പ്രാർത്ഥനയുടെ ഏലിയായുടെ ഹൃദയം 7-ാം വട്ടം മലമുകളിൽ നിന്ന് ദാസൻ പറഞ്ഞു, ഒരു ചെറിയ ഒരു മേഘം പോലെ ഒരു കാർമേഘം പൊന്തി വരുന്നതായിട്ട് കാണപ്പെട്ടു. പരിശുദ്ധ അമ്മയാകുന്ന ആ കാർമേഘത്തിലേക്ക് ഈശോയെ നമ്മ ഓരോരുത്തർക്കും ഈശോയെ പ്രദാനം ചെയ്തവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ഈ ഭൂമിയിലേക്ക് രക്ഷകനെ കൊണ്ടുവന്നവളാണ്. ഇതാ കർത്താവിൻ്റെ ദാസന്റെ ഇഷ്ടം ഇനി നിറവേറട്ടെ എന്ന് പറഞ്ഞ് സ്വന്തം ജീവൻ പോലും നമുക്ക് വേണ്ടി ബലി കഴിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് നീ മാത്രം ഈശോ മാത്രമാണ് രക്ഷകനെന്നും ഞാൻ ഈശോയുടെ ദാസി മാത്രമാണെന്നും അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറാനുള്ള ഒരു സാധാരണ ഒരു വ്യക്തി മാത്രമാണെന്നുള്ള പരിശുദ്ധ അമ്മയുടെ ആ ഒരു സമ്പൂർണ്ണ സമർപ്പണമാണ് നമുക്കും അതറിയാക്കേണ്ടത്. ഈശോയെയും പൂർണ്ണ ആത്മാവൊന്നും പൂർണ്ണ ശക്തിയൊന്നും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുവാനും നിരന്തരമായ പ്രാർത്ഥന, നിരന്തരമായ സ്നേഹ സംഭാഷണത്തിൽ പരിപൂർണമായും ക്രിസ്തുവിൽ യേശുവിൽ എത്തിച്ചേരാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുക എന്ന് പ്രാർത്ഥിക്കാം.
ഏലിയ പ്രവാചകൻ ജനത്തിന് വേണ്ടിയും ഉള്ള പ്രാർത്ഥനയാണ് നടത്തിയത്. സഭയ്ക്ക് വേണ്ടിയും നമുക്ക് യേശുവിൻ്റെ മുന്നിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ള വ്യക്തികളും യേശുവിനെ അറിയാനുള്ള തീഷ്ണത, ലോകത്തിന് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള തീഷ്ണത, ആരും നശിച്ചു പോകരുത് എന്നുള്ള ഒരു തീഷ്ണത, ആത്മാക്കളെ നഷ്ടപ്പെടുത്തുന്ന എന്ന് കേൾക്കുന്ന ഉള്ള ഓരോ ആത്മാവ് നഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോഴുള്ള ആ ഒരു വേദന, ഒരു ആത്മദാഹം, കൊച്ചു ത്രേസ്യയിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു തീഷ്ണത. കർമ്മനാഥയും ഞങ്ങൾ ഓരോരുത്തരിലേക്കും അങ്ങ് പ്രദാനം ചെയ്യുന്നമേ. ഞങ്ങൾ ഓരോരുത്തരെയും ആത്മീയ തീഷ്ണതയുള്ള ഒരു ഹൃദയങ്ങൾ ജ്വലിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നമേ. ദൈവത്തിൻ്റെ ഒരു തീനാളം, പരസ്നേഹത്തിൻ്റെ ഒരു തീഷ്ണത, ദൈവത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ആയിരിക്കുന്ന ഒരവസ്ഥ. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് പരിശുദ്ധാത്മാവ് എന്നും ഞങ്ങളിൽ വാസമുറപ്പിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയപ്പെടുവാനും നയിക്കപ്പെടുവാനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ജ്വലിച്ച് ഈ ലോകത്തിലെ വചനം പ്രഘോഷിക്കുവാനും എല്ലാവരെയും ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും നിരന്തരമായി പ്രയത്നിക്കാനുള്ള തീഷ്ണത ഏറ്റവും വലിയ ഒരു പ്രചോദനമായി പരിശുദ്ധ മറിയത്തെ, പരിശുദ്ധ അമ്മയെ യോഹന്നാന് പ്രദാനം ചെയ്തതുപോലെ സ്വന്തം ഈശോയുടെ അമ്മയെയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തം അമ്മയായി നൽകിയ എന്നുള്ള ബോധ്യത്തില് യോഹന്നാൻ സ്വന്തം വീട്ടിലേക്ക് അവളെ സ്വീകരിച്ചത് കൊണ്ടുപോയതുപോലെ ഈശോയെയും ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയെയും കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഇടയാക്കണമേ. കർമ്മലൊത്തിരിയും ധരിക്കുവാനും കുർബാനയിലെ ജപമാലയ്ക്ക് ഒത്തിരിയും ഉദാശകളെല്ലാം സ്വീകരിക്കുവാനും ഒത്തിരിയും ധരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ ഞങ്ങൾ ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ള ആ ഒരു ബോധ്യത്തില് പിശാചിന്റെ കെണിയിൽ നിന്നല്ല നമ്മെ സഹായിച്ച് പരിശുദ്ധ അമ്മ നമ്മെ സ്വർഗത്തിലേക്ക് വിജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ബോധ്യത്തില് ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളും ഈശോയുമായുള്ള ആ ഒരു ഈശോയുടെ അടുത്ത് പോയിരിക്കുവാനും പരിശുദ്ധ അമ്മയെ അടുത്ത് മേലങ്കിക്കുള്ളിൽ ആശ്വാസം കണ്ടെത്തുവാനും അങ്ങനെ കുരിശിലെ ആ രക്ഷ അമ്മ നമുക്ക് പകർന്നു തരുവാനും മറിയത്തിൻ്റെ മടിത്തട്ടിൽ നമ്മുടെ പ്രയാസങ്ങളെല്ലാം ഇറക്കി വയ്ക്കുവാനും നമ്മുടെ ഭാരങ്ങൾ തളർന്ന അവസ്ഥകളെല്ലാം ആത്മധൈര്യത്തോടെ കുരിശിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ജീവിതത്തിലെ ആനന്ദവും സന്തോഷവും ഒക്കെ എത്തിച്ചേരാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയെ അനുഗ്രഹിക്കണമേ. യോഹന്നാനെ പോലെ അമ്മയുടെ കൂടെ ഈശോയുടെ അരികിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. അങ്ങനെ ആത്മീയ തീഷ്ണതയുള്ള വ്യക്തികളായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ കുടുംബങ്ങളും പ്രാർത്ഥനയുടെ കുടുംബങ്ങളായി തീരാനും കർമ്മല മലയിലെയും പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധ അമ്മയെയും നമ്മുടെ സംരക്ഷകയും നമ്മുടെ സ്വന്തം അമ്മയായി സ്വീകരിച്ചുകൊണ്ട് ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയെ ക്ഷണിക്കാം.
ഈശോയെ പരിശുദ്ധ അമ്മയുടെ മടിയിൽ മയത്തിലായിരുന്നു കൊണ്ട് ഈശോയുമായി ചേർന്ന് സഹകരിച്ച് ഈശോയ്ക്ക് വേണ്ടി ലോകത്ത് ജീവിക്കാനും പരിശുദ്ധാത്മാവിന്റെ കൃപകളും ദാനങ്ങളൊന്നും ഞങ്ങൾ ഓരോരുത്തർ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഉത്തരിയും ധരിച്ച് ശനിയാഴ്ച വരം കുദാശുകളെല്ലാം വിശ്വാസത്തോടെ സ്വീകരിക്കുവാനും ജയമാല ചൊല്ലുവാനും അങ്ങനെ ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകമായി മാധവൻ പ്രാർത്ഥിക്കുവാനും പിന്നെ മാംസവർദ്ധനൊക്കെ നടത്തിക്കൊണ്ട് ഒത്തിരിയും ചുംബിച്ചുകൊണ്ട് ആ ദന്തവിമോചനങ്ങളൊക്കെ പാലിക്കുവാനും അങ്ങനെ സ്രോതത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും എളുപ്പ വഴിയായ ഉത്തരീയ ഭക്തിയും ഞങ്ങൾ ആ ഉത്തരീയ ഭക്തി പ്രചരിക്കുവാനും ഞങ്ങൾ ഓരോ മക്കളെയും ഉത്തരീയം ധരിപ്പിക്കുവാനും വിശുദ്ധിയിൽ വളർന്നു വരുവാനും അനുദപിച്ചുകൊണ്ട് കൂടെ കൂടെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ പാപങ്ങൾ ഉപേക്ഷിച്ച് വിശുദ്ധിയിലേക്ക് കടന്നു വന്ന് ഈശോയുമായി ഐക്യത്തിലെത്തിച്ചേരാൻ പരിശുദ്ധ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ